ക്രിസ്റ്റഫർ നോളന്റെ ഇപ്പൊ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയോ? അത് നമ്മുടെ ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്ക് നോളനെ തെറി വിളിച്ചിട്ടുള്ള പോസ്റ്റുകൾ മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മിണ്ടിയ നോളനെ തെറി വിളിക്കലാണ് ഇപ്പൊ ഒരു ഹോബി പുള്ളിയുടെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോളന്റെ ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ കാസ്റ്റിങ്ങും അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഈ ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അല്ലെങ്കിലേ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഈ ഹെലൻ ഓഫ് ട്രോയ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഗ്രീക്കുകാരിയായിട്ടുള്ള ആ ഒരു സ്ത്രീനെ ഒരു ബ്ലാക്ക് ആക്ട്രസിനായിട്ട് കാസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി പരാതിയും പരിഭവവും ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടെ വരുന്നത്. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള എലിയറ്റ് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഇതിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരിനെ ചെറുതായിട്ട് ഇങ്ങനെ ട്രെയിലറിൽ കാണിച്ചു പോയതാണ്. അപ്പോൾ ആൾക്കാർ എന്തൊക്കെയോ ഡീകോഡൊക്കെ ചെയ്ത് എടുത്തിട്ട് അക്കീലീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രോയിൽ ബ്രാഡ് പിറ്റ് അഭിനയിച്ച ആ ക്യാരക്ടറില്ലേ, ഗ്രീക്ക് വാരിയറായിട്ടുള്ള മറ്റേ ശരിയായ ഒരു യുദ്ധമൊക്കെ ചെയ്യുന്ന ആൾ, അയാളായിട്ടാണ് എലിയറ്റ് പേജിനെ കാസ്റ്റ് ചെയ്തതെന്ന് ഇപ്പോൾ ഒരു റൂമർ ഉണ്ട് റെഡിറ്റിലും ഇൻ്റർനെറ്റിലൊക്കെ. അപ്പം ഞാൻ നോക്കിയപ്പോഴേ ഇത് കൺഫേം ഒന്നും ആയിട്ടില്ല. ഇത് വെറും റൂമർ തന്നെയാണ്. ഈ അക്കീലീസ് ആയിട്ട് ആരിനെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നൊന്നും ഈ എവിടെയും പറഞ്ഞിട്ടില്ല. കൺഫേം ഒന്നും അവിടെയും വന്നിട്ടില്ല. പക്ഷേ ഇലോൺ മസ്ക് ഉറപ്പിച്ചു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള എലിയറ്റ് പേജാണ് അക്കീലീസ് ആയിട്ട്. നോലൻ എല്ലാവരും ചതിക്കുകയാണ്, ഗ്രീക്കുകാരെ ചതിച്ചു നോലൻ എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് പ്രശ്നം ഉണ്ടാക്കലാണ് ഇപ്പോൾ എക്സിൽ ഇലോൺ മസ്കിൻ്റെ വക. അപ്പം നോലൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ചോദ്യമല്ലത്. അപ്പം അതിനുള്ള ഉത്തരവും ഇവരുടെ എക്സിലെ ആൾക്കാരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതായത് ഇവർ പറയുന്നത് ഈ ഓസ്കർ അവാർഡ്സിന് പരിഗണിക്കണമെങ്കിൽ കുറേ നോംസ് നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിലെ ഒന്നാണ് ഈ DEI എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. ഈ ഡൈവേഴ്സിറ്റി ഹയറിൻ്റെ സംഭവമാണ്. ഈ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരിനെ ഈ സിനിമയുടെ ഇത്ര ശതമാനം കാസ്റ്റ് ലിസ്റ്റിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഈ ആവശ്യമില്ലാത്ത കുറേ നോംസ് ഉണ്ട്. ഈ ഓസ്കാറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് നോളൻ ഇങ്ങനെ ചെയ്യുന്നത്, ഓസ്കാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. പക്ഷേ അപ്പോൾ ഒരു കുഴപ്പമുള്ളത്, ഓപ്പൺ ഹൈമറിൽ അങ്ങനെ വലിയ ഡൈവേഴ്സിറ്റി ഹയറോ മറ്റേ റേസ് സ്വാപ്പൊന്നും അതില്ലല്ലോ. പക്ഷെ അതിനൊക്കെ ഓസ്കാർ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്താ സംഭവം മനസ്സിലാവുന്നില്ല എന്ന് നോളൻ ഫാൻസുകാരും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ആരുടെ കൂടെയാണ്? നോളൻ്റെ കൂടെയാണോ നോളനെ എതിർക്കുന്ന ഇലോൺ മസ്കിൻ്റെ കൂടെയാണോ? കമൻറ്റ് ചെയ്യും.